അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വൈറൽ അമ്മൂമ്മയെ കാണാൻ പോവാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വൈറൽ അമ്മൂമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നേരിട്ടൊന്ന് കാണണം എന്നൊരാഗ്രഹമുണ്ട്. ഒപ്പം ഇന്നലെ വൈകിട്ട് വൈറൽ അമ്മൂമ്മയുടെ കൊച്ചാട്ടനെ നിങ്ങൾക്ക് അറിയാമല്ലോ. കൊച്ചാട്ടനെ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം കൊച്ചാട്ടൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ വന്നു. വളരെ സങ്കടത്തോടാ വന്ന്. പുള്ളിക്ക് ചില സങ്കടങ്ങളുണ്ട്. കാരണം കൊച്ചാട്ടൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ വൈറൽ അമ്മൂമ്മ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ കൊച്ചാട്ടനോട് വളരെ മോശമായി സംസാരിക്കുകയും കൊച്ചാട്ടനെ പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാ വന്നത്. ഏതായാലും നമുക്ക് അമ്മൂമ്മയെന്ന് കാണണം. ഒപ്പം ചെറുതായിട്ടൊന്ന് ഉപദേശിക്കാനാണ് ഞാൻ പോകുന്നത്. എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. കൊച്ചാട്ടൻ പറഞ്ഞതനുസരിച്ച് പുലിയാണെന്നാ പറയുന്നത്. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വൈറൽ അമ്മൂമ്മ ഷൂട്ടിങ്ങിലാണെന്നാ അറിഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് പോവാം. എന്തായി തീരുമെന്ന് അറിയാൻ വയ്യ. ഇതുണ്ട്, മനസ്സിലായോ? മക്കൾ ഏതാടാ? എന്നെ മനസ്സിലായോ? അമ്പലത്തിലുള്ള എന്തോ പരിപാടി? തോരൻ വെക്കാനേ അരിയോ മക്കളെ? എന്താ മക്കളെ പിന്നെ വിശേഷം? ചുമ്മാതെ ഇപ്പം അമ്മൂമ്മ അല്ലയോ ഫോണിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ തിളങ്ങുമല്ലേ? ഫേസ്ബുക്കിലെ ഫോണിലെ ഭയങ്കര വൈറലാണല്ലോ. ആരാ മക്കളെ? അമ്മൂമ്മ. മക്കളെ അങ്ങനെ കളിയാക്കാതെ അടയോ. എല്ലാരും പറയുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞു. ഞാനിതൊന്നും ശ്രദ്ധിക്കാൻ പോകത്തില്ല. ഉള്ള കാര്യം രായുവേ അവൻ ഓരോന്ന് ഇങ്ങനെ കാണിച്ചമ്മ, അങ്ങനെ കാണിച്ചമ്മ, ഇങ്ങനെ പറയുന്ന അമ്മ എന്നൊക്കെ പറയുമ്പോ ഞാനിപ്പോ പറയുന്നുണ്ട് സത്യമായിട്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര താരമായി. താഴെന്തുവാ? ഭയങ്കര താരമായി. സിനിമാക്കാരെ പോലെ ആയിരുന്നു. ഒരു മക്കളെ കുറവാ. സിനിമാ നടിയെ പോലെ ആയിരുന്നു. ഇപ്പൊ സുന്ദരിയായി. കുഞ്ഞു മക്കളെ ഈ വയസ്സാൻ കാലത്ത് ഇനി സുന്ദരിയായിട്ട് ഞാന് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഒന്ന് കാണാൻ പരിചയപ്പെടാന്ന് വെച്ച് വന്നാ. ആണോ? അതിനെന്താ കുഞ്ഞു മക്കളെ നമ്മ പിച്ചാത്തിനോട്ട് മാറ്റി വെക്കാം. ആയുധോ ഇല്ല കുഞ്ഞു മക്കളെ. നമ്മള് സംസാരത്തിൽ തർക്കം ഉണ്ടാവുന്നതേ. അപ്പൊ അതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ച കുഞ്ഞു മക്കളെ. എന്തൊക്കെ പറഞ്ഞു? പിന്നെ ഒന്നുമില്ല. പിന്നെ അപ്പൂപ്പൻ എന്ത് ചെയ്യേ? അപ്പൂപ്പനോ? എന്റെ കുഞ്ഞു മക്കളെ ഒന്നും പറയണ്ടാടാ. നമ്മുടെ ഇല്ല. പിന്നെ അപ്പൂപ്പന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അമ്മണി, അവരെ കാണാൻ പോവാനോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെൻഷൻ മാസത്തിൽ എത്ര പെൻഷൻ കിട്ടും? ഒരു പെൻഷനിലേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ എന്നും അങ്ങ് പെൻഷന് പോവാട്ടെ. ഇങ്ങനെ അപ്പൂപ്പൻ അങ്ങനെ ഒന്നും ഉള്ള സ്വഭാവമൊന്നുമില്ല. പാവം മനുഷ്യൻ. എനിക്കറിയാവുന്ന. എന്തുവാ? എനിക്ക് നേരത്തെ അറിയാവുന്ന നല്ല മനുഷ്യനാ അപ്പൂപ്പൻ. നല്ല മനുഷ്യനാന്നോ? അനുഭവിക്കുന്ന എനിക്കല്ലേ അറിയത്തുള്ളൂ നല്ലതാന്നോ പന്നാന്നോന്ന്. കേട്ടോ മോൻ അങ്ങനെ പറയല്ലേ കേട്ടോ. അല്ല, ഇപ്പൊ ഞാൻ വന്നതേ അമ്മൂമ്മയെ കാണാനാ. എന്നാലും ഇപ്പം വന്നതിന്റെ കാരണം ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൂപ്പൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. കുഞ്ഞിന്റെ വീട്ടിൽ വന്നു. അപ്പം ഇച്ചിരി സങ്കടത്തിലാ വന്നേ. അമ്മൂമ്മ ഭയങ്കര പ്രശ്നമാണ്, അടിക്കുന്നു, ചീത്ത വിളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നേ. ആണ്ട കിടക്കുന്നു ഇത് പറയുന്ന കേട്ടോ. എന്റെ ഒടയാൻ പറയാൻ നിങ്ങൾ കേട്ടെ. എടാ അപ്പൂപ്പന്റെ ശരീരം നീ കണ്ടേ? എന്റെ ശരീരം കണ്ടേ? കൊള്ളുന്നത് എവിടെയാടാ? എനിക്ക് മനസ്സിലാവില്ലേ കുഞ്ഞുമക്കളെ? എന്റെ വള്ളിയാറ് കൊല്ലം ഇത് കേൾക്കുന്നില്ലയോ? ഞാനെന്തോലും അയാൾ എന്തെങ്കിലും പറയുമ്പോ രണ്ടെണ്ണം കൊടുത്തു എന്നുള്ളതല്ലാതെ അല്ല, രണ്ടെണ്ണമൊക്കെ ഞാനിങ്ങ് പറയുന്നല്ലാതെ ഞാൻ എന്തിനും ചെയ്യോ കുഞ്ഞുമക്കളെ? എന്തുവാടാ? എന്റെ ദൈവം ഇല്ലയോടോ കൊച്ചാട്ടെ? അടിച്ചെന്നാ പറഞ്ഞത്. എങ്ങനെ അടിച്ചെന്നാ പറഞ്ഞത്? എന്നെയോ? അല്ല, അപ്പൂപ്പനെ. ഞാനോ? എന്റെ കുഞ്ഞുമക്കളെ അങ്ങനെ ഉണ്ടായിട്ടില്ലട്ടോ. ഉള്ള കാര്യം അല്ല. ഇപ്പം ഈ വനിതാ സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകളെ സംരക്ഷിക്കാൻ നിയമങ്ങളൊക്കെ ഉണ്ട്. പുരുഷന്മാർക്ക് നിയമമൊന്നുമില്ല. പുരുഷന്മാർക്ക് നിയമമില്ല. പുരുഷന്മാർക്ക് നിയമമില്ല. ഇങ്ങനെ അമ്മൂമ്മ അപ്പൂപ്പനെ അടിച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ അങ്ങനെ ചോദിക്കാൻ വന്നതല്ല. നിങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കണം, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാ. ഇല്ലെങ്കിൽ ഇപ്പം എന്താ വനിതാ സംഘങ്ങൾ പോലെ പുരുഷ സംഘങ്ങളൊന്നും ഇല്ല. അപ്പം പിന്നെ ഇവിടുത്തെ മെമ്പറോട് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു മെമ്പറും അമ്മൂമ്മയുടെ സൈഡാന്ന് പറഞ്ഞു. മെമ്പർ കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ വന്നായിരുന്നടാ. ഏതാണ്ടൊക്കെ വെച്ച് പറഞ്ഞിട്ട് പോയി. എനിക്ക് സത്യം പറയുന്നത് കേട്ടില്ല. അല്ല, മെമ്പർ അമ്മൂമ്മയുടെ സൈഡാ, പുള്ളിക്ക് എതിരാന്നാ പറഞ്ഞു.
എന്റെ സൈഡാണോ ദൈവം ഈ കൊച്ചാട്ടിന് അത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സംശയിക്കാൻ ഈ മെമ്പറും ഞാനും കൂടെ ആണെന്ന് പറഞ്ഞു. കൊച്ചു ചെറുക്കനല്ലേ, കൊച്ചു പയ്യനല്ലേ മെമ്പർ. അങ്ങാർക്ക് കൊച്ചതും വലുതൊന്നുമില്ലടാ കുഞ്ഞുമക്കളെ. അതില്ല ഞാൻ വെള്ളത്തെ പറയുന്നത് ഉള്ള കാര്യം പറഞ്ഞേക്കും കേട്ടോ. അപ്പം പിന്നെ എന്തിനാ ഈ ആവശ്യമില്ല വഴക്കുണ്ടാക്കുന്നത്? ഓനേടാ ചട്ടിയും കലാമും തട്ടിയും മൂട്ടി ഇരിക്കത്തില്ലയോടാ. എന്നാലും ചേട്ടനെ അടിക്കുന്നൊക്കെ മോശമല്ലേ? ദൈവമേ ആരാടാ ഇത് കരഞ്ഞോണ്ടാ വന്നേ, അതാ ഞാൻ പറഞ്ഞത്. അത്രയും കരഞ്ഞു. ഞാനും കൊച്ചാനോട് വല്ല മഴക്കുണ്ടാവുമ്പോഴേ എന്റെ കയ്യിൽ പിച്ചാത്തിയാണ് അത് വെച്ച് എറിയുന്നത്. ഈ നാട്ടുകാർ മൊത്തം ഇങ്ങോട്ട് ഒരാൾ പോലും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അറിയാവോ? ആര്? കൊച്ചാട്ടൻ അറിഞ്ഞു? അല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. എന്തിനാ ഉമ്മ ഉപദ്രവിക്കുന്നേ? അറിയാവോ? ചോദിക്കത്തില്ല. കൊച്ചുവാണിന്റെ അടുത്തേ അവര് മിണ്ടത്തില്ല. എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞാൽ എനിക്ക് കേൾക്കാനും പറ്റില്ല. വേറെ കാര്യമുണ്ട് കുഞ്ഞുമക്കൾ. ആ സൂര്യ പിന്നെ എന്തോട്ട് മോനെ വിശേഷം? വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. ഓനിത് പറയാൻ വന്നതാണോ? ഇത് പറയാൻ അമ്മൂമ്മയെ കാണാൻ വന്നതാ. കൂട്ടത്തിൽ ഈ അപ്പൂപ്പന്റെ സങ്കടം കൂടെ കേട്ടപ്പം ഒന്ന് പറയാം എന്ന് കരുതി വന്ന. കുഞ്ഞുമക്കളെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ തമ്മിലേ ഇപ്പൊ ഒരു പാട്ട് വരുന്നുണ്ട്. പിന്നെ ഇല്ല തമിഴ് പാട്ട്. സന്തോഷത്തില് ഞങ്ങളത് ചെയ്തേക്കുന്ന അറിയാവോ? അങ്ങോട്ട് ഒരു തമ്മിൽ ഒരു പ്രശ്നമില്ല. അതൊക്കെ എന്നോട് പറഞ്ഞു. പാട്ടുമൊക്കെ പാടുമ്പോ നല്ല സന്തോഷം. അത് കഴിയുമ്പം ക്യാമറ ഓഫാക്കി കഴിയുമ്പോഴാ അടിയെന്നാ പറഞ്ഞു. എന്റെ ദൈവമേടാ, ഇത് ചോദിക്കാൻ പറയുന്നത് കണ്ടോളച്ചാ. പാട്ട് പാടാനും പിണങ്ങിയിരിക്കുവാന്നേലും അപ്പൂപ്പൻ വന്നില്ലെങ്കിൽ വഴക്ക് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചാ അമ്മൂമ്മയുടെ കൂടെ പാട്ടിനും കളിക്കുമൊക്കെ. എന്റെ കുഞ്ഞുമക്കളെ, നീ ഒരു കാര്യം ഒരാൾ ഒരു വട്ടം പറഞ്ഞു, നീ അത് കേട്ടില്ലെങ്കിൽ ക്ഷമിക്കും. 2 വട്ടം പറഞ്ഞു ക്ഷമിക്കും. ചൂരലേതാണ്ട് കനമുള്ള ചൂരലേതാണ്ട് ചൂരിലല്ല, അങ്ങാറ് വടികുത്തി കിടക്കുന്ന വടികുത്ത ഞാൻ അടിച്ചിട്ടുള്ളത്. അയ്യോ എന്റെ കുഞ്ഞുമക്കളെ, ഞാനേ അങ്ങാറ് വടിയില്ലയോ, വടിയെടുത്ത് ഞാൻ ഇങ്ങനെ കൊച്ചാട്ടാന്ന് വിളിക്കത്തേ ഉള്ളൂ. ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കുഞ്ഞുമക്കളെ എന്തുവാടാ എന്നെ അങ്ങ് നീ അങ്ങ് വെറും ഇല്ലല്ലോ അവളാക്കുവാന്നോടാ നീ എന്നെ അങ്ങ് നീ വരില്ല അവളാക്കുവാതെ. കൊച്ചാട്ടനും കൂടെ ഉണ്ടായിരുന്നെ രണ്ടുപേരോടും കൂടെ ചോദിക്കാറുണ്ടല്ലോ. ഈ പിച്ചാത്തി കണ്ടോ? ഞാൻ ഇതുകൊണ്ട് കുത്തി അങ്ങ് ചാവും. അങ്ങനെയൊന്നും വേണ്ട. അതല്ല പറഞ്ഞേ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. വഴക്കുണ്ടാക്കാൻ വന്നതല്ല. വഴക്കുണ്ടാക്കാൻ വന്നതല്ല. രണ്ടുപേരും സമാധാനമായിട്ട് സ്നേഹമായിട്ട് പ്രായമായ കാലത്തെ ഈ പ്രായമായ സമയത്ത് സന്തോഷമായിട്ടിരിക്കണം. അവന് രാജുവിന് ഇതൊക്കെ സങ്കടമില്ലയോ? നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ കിടന്ന് അടിയുണ്ടാക്കിയാൽ? എന്റെ കുഞ്ഞുമക്കളെ, അവന്റെ കാര്യത്തിലാണ് ഞങ്ങക്ക് വിഷമം. എപ്പോഴും പിടിച്ചു മാറ്റി എന്താ കുഞ്ഞ് രൂപാട് വന്നത്. അതാ ഞാൻ പറഞ്ഞേ. അല്ലടാ കുഞ്ഞെ, പിടിച്ചു മാറ്റിയെന്നല്ല അമ്മച്ചി പറഞ്ഞത്, തെറ്റിപ്പോയതാ. ഞങ്ങൾ സ്നേഹിച്ചിരിക്കുമ്പോഴേ അവനത് കണ്ടങ്ങ് അതിശയിച്ച് അവൻ രൂപാട് വന്നു. അപ്പൂപ്പൻ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അതെന്തോ കുഞ്ഞു നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അമ്മൂമ്മ അത്ര മോശമൊന്നും അല്ല. കുഞ്ഞുമക്കളെ പ്രായമായില്ലയോടാ, അതുകൊണ്ടൊക്കെ ആയിരിക്കൂടാ ഇങ്ങനൊക്കെ ഇരിക്കും പോയൊക്കെ ചെയ്യുക. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷനോ? പെൻഷൻ കൊച്ചാണ്ടാ മേടിച്ചോണ്ട് വരുന്നത്. 2 പേരുടെയും കൂടെ കിട്ടുന്നുണ്ട് കുഞ്ഞുമക്കളെ. കൈയൊക്കെ പതിച്ചോ? കൈ പതിക്കണമായിരുന്നല്ലോ. അക്ഷയായി പോയി കൈയൊക്കെ പതിച്ചോ? കൈ പതിച്ചോന്നോ? കൈ റേഷൻ കട പതിക്കാൻ ചെന്നപ്പോഴേ അവര് പറയാ എല്ലുകൊണ്ട് പതിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കളിയാക്കി വിട്ട കുഞ്ഞുമക്കളെ. എല്ലല്ലയോ തൊലി ഉണ്ടെങ്കിൽ കണ്ടോ പഴയതിലും ഇച്ചിരി സൗന്ദര്യമൊക്കെ കൂടി. എന്തോക്കളെ? പഴയതിലും സൗന്ദര്യമൊക്കെ സുന്ദരിയായി. ഇപ്പം സിനിമാ നടിമാരെ പോലൊക്കെ ആയി. അതുകൊണ്ടാണ് ഈ അപ്പൂപ്പനെ സംശയമുണ്ട് ഇല്ലയോ? എന്തോക്കളെ? അപ്പൂപ്പനെ സംശയമുണ്ടോ? അപ്പൂപ്പനെ എനിക്ക് സംശയമുണ്ടോ? എനിക്കോ? ഞാൻ എന്തിനാടാ അങ്ങനെ സംശയിക്കുന്നത്? പിന്നെ ഏതാണ്ട് രമണിയോ ആരാണ്ടെ കാണാൻ പോയെന്നോ? അത് കുഞ്ഞുമക്കളെ അങ്ങാരുടെ കൂട്ടുകാരിയല്ലോ കുഞ്ഞുമക്കളെ. അങ്ങാരുടെ കൂടെ പഠിച്ചയാടാ അമ്മണി. അവളെ എപ്പോഴും അവിടെ കാര്യം ഇങ്ങനെ പറയണ ഉറക്കത്തിലൊക്കെ അമ്മണി അറിയാതെ എന്നെ ചിലപ്പോ അമ്മണിന്ന് വിളിക്കും. ഇഷ്ടപ്പെടുവോ എനിക്ക്? അപ്പൊ ഞാൻ വെല്ലൊക്കെ കൊടുക്കത്തില്ലയോ? അല്ല വെല്ലൊക്കെ അങ്ങ് പറയത്തില്ലയോ? അമ്മൂമ്മയെ പിന്നെ ഓമന പേര് വിളിക്കുന്നതായിരിക്കും. എന്നെയോ? ഓമന പേര് വിളിക്കാൻ വേറെ എന്തോരം ഉണ്ട്. സ്നേഹം കൂടുമ്പോ വിളിക്കുന്ന പേരാ. 6 മാസം മുമ്പ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി. അന്ന് എന്നെ ഇയാൾ ഉറക്കത്തിൽ വിളിക്കുന്ന തങ്കമണി വരാന്ന്. പിന്നെ തങ്കമണിയെ ഞാൻ കണ്ടു പിടിച്ചു കഴിഞ്ഞപ്പോ അതങ്ങ് മാറി. സ്വർണത്തിനൊക്കെ വില കൂടിയപ്പം വിളിക്കുന്നതായിരിക്കും തങ്കമണി. നീ കൊച്ചാട്ടന്റെ സൈഡാന്ന് എന്റെ സൈഡാന്നോ? എനിക്ക് അറിയാൻ കൊച്ചാട്ടനെ എനിക്ക് അമ്മൂമ്മ ഒന്നും പറയണ്ട. കൊച്ചാട്ടനെ എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് അറിയാവുന്ന പുള്ളി ഒരു പാവം മനുഷ്യനാ. പുള്ളിക്ക് നിങ്ങളിപ്പോ ഈ അമ്മൂമ്മ പറയുന്ന പോലെ ഒരു കാര്യങ്ങളും ഇല്ല. സംശയരോഗത്തിന് അമ്മണിയും ഇല്ല, തങ്കമണിയും ഇല്ല, രമണിയും ഇല്ല. എന്റെ പൊന്നു മക്കളെ, എനിക്ക് അപ്പം മോൻ പറഞ്ഞു വരുന്നതേ സൂര്യ നീ അപ്പൊ പറഞ്ഞു വരുന്നത് എനിക്കപ്പം കൊച്ചാട്ടനെ സംശയമാണ് അല്ലയോ? എനിക്ക് സംസാരത്തിൽ നിന്ന് തോന്നിയതും കൊച്ചാട്ടൻ പറഞ്ഞതും കേട്ടിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സംശയമില്ലടാ. പിന്നെ ഒരു കാര്യം, ഒന്നല്ലേ ഉള്ളോടാ, ഒന്നുള്ളെങ്കിൽ ഉളക്കൊക്കെ അടിക്കണമെന്നില്ലയോ പറയുന്നത്? ഉളക്കൊക്കെ അടിച്ചിട്ട്
അല്ല അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലയോ കുഞ്ഞുമക്കൾ കേട്ടിട്ടില്ലയോ? പഴഞ്ചൊല്ലുണ്ടോ? കൊച്ചാട്ടനും നിങ്ങൾ തമ്മിൽ കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ കല്യാണം അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ പിന്നെ ലവ് മാരേജ് ആയിരുന്നു? എന്റെ കുഞ്ഞുമക്കളെ അങ്ങടെ ഇതേ അറിഞ്ഞിട്ട മാരേജ് ആയിരുന്നടാ. അതെന്തോ അറിഞ്ഞിട്ട് മാരേജ്? അറിഞ്ഞിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങാരേ എന്നെ കാണാൻ വേണ്ടി രാത്രി വീട്ടിൽ വന്നു. ഞങ്ങള് ഇതായിരുന്നല്ലോ രാത്രി വീട്ടിൽ വന്നപ്പോഴേ നാട്ടുകാരും കോളനിക്കാരും കൂടെ കഴിഞ്ഞാല് ഞങ്ങൾ തെങ്ങ കെട്ടിയിട്ടു അറിഞ്ഞങ്ങാരെ കെട്ടിയിട്ട് അറിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുവായിരുന്നു രാത്രിയിൽ. അതാ ഈ അറിഞ്ഞിട്ട് മാറി ഞാൻ പറഞ്ഞത്. അപ്പം രണ്ടുപേരും മോശക്കാരല്ല. പഴയ കാലം ഇല്ലയോടെ ഈ പറഞ്ഞ ഉമ്മറിന്റെയും സീമയുടെ ഒക്കെ പടവും സിനിമയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലമല്ലയോ. പ്രേമം ഞങ്ങളുടെ അങ്ങ് കൊണ്ട് ഞാൻ ചോദിച്ചത് പ്രേമം ഈ പ്രേമം ഉള്ളിടത്താണ് പ്രേമിച്ച് കെട്ടിയിടത്താണ് മിക്കവാറും ഈ സംശയരോഗം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അങ്ങനെ പറയരുത്. എനിക്ക് അപ്പൊ സംശയമൊന്നും ഇല്ലടാ. പ്രേമിച്ച് ആദ്യമായിട്ട് കണ്ട് എവിടെ വെച്ചാ? ആദ്യമായിട്ട് ഞാൻ കൊച്ചാട്ടനെ കാണുന്നതേ നമ്മുടെ അച്ഛൻ കോയിൽ ആറില്ലയോ, ആടിന്റെ നടുക്ക് ഇത്രയും വെള്ളത്തിലേ അങ്ങാരി കുളിച്ചോണ്ടിരിക്കുന്ന ഞാൻ കാണുന്നതേ. കുളിച്ചോണ്ടിരിക്കുക മണൽ വാരാൻ പോയതായിരിക്കും. കുളിച്ചോണ്ടിരിക്കുമ്പോഴേ ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെ എന്നോട് ആദ്യം ഇങ്ങാരി ഞാൻ അച്ഛൻ വേലായിട്ടില്ലേ കുളിക്കാൻ ചെറുപ്പത്തിൽ ചെന്നപ്പോ എന്റെ കുഞ്ഞുമക്കളെ എന്നോടേ ഇങ്ങാരി ചോദിച്ചു മണസോപ്പുണ്ടോന്ന് ചോദിച്ചു. കുഞ്ഞുമക്കളെ ഞാൻ ഒരു മണസോപ്പ് കൊടുത്ത കുഞ്ഞുമക്കളെ പിന്നെ അങ്ങ് എന്തോ അങ്ങ് മണസോപ്പ് എന്റെ കുഞ്ഞുമക്കളെ എന്തോ ഒരു എന്തോ ലൈഫോയിന്നോ കീഫോയിന്നോ ആ സോപ്പ് കൊടുത്തു. എനിക്കിപ്പോ ലൈഫ് സോപ്പ് കാണുന്നത് ദേഷ്യം കടക്കെല്ലാം പറയെടുത്ത് മാറ്റാൻ അറിയാമോ? അപ്പൊ അങ്ങനെ ഈ ലൈബോയ് സോപ്പിൽ നിന്നാണ് കൊച്ചാണ്ട് എനിക്ക് കിട്ടുന്നത്. അതോടുകൂടി എന്റെ വീട്ടിൽ ലൈബോയ് സോപ്പ് ഞാൻ അവിടെ നിർത്തിച്ചു അറിയാവോ. കാരണം അതല്ലോ എന്നെ ചതിച്ചതേ. ഇങ്ങനെ കണ്ടില്ലയോ എനിക്ക് എന്നും അങ്ങ് ബഹളവും മഴക്കോ എന്റെ കുഞ്ഞുമക്കളും പറയുന്ന പോലെ എന്നോടങ്ങ് ചണ്ടയ്ക്ക് വരുവാ കുഞ്ഞുമക്കളെ അറിയാവോ. ഇതെല്ലാം അമ്മൂമ്മയ്ക്ക് തോന്നുന്ന കാര്യങ്ങളാ, വെറുതെ തോന്നുന്ന കാര്യങ്ങളാ. അപ്പൂപ്പനെ സംബന്ധിച്ച് വേറെ സംശയിക്കാനൊന്നുമില്ല. അപ്പൊ അപ്പൂപ്പൻ പാവമാണ് കുഞ്ഞുമക്കൾ. അപ്പൊ ഞാൻ ആ കുഴപ്പക്കാരി. അമ്മൂമ്മ കുഴപ്പക്കാരിയൊന്നുമല്ല. പക്ഷെ രണ്ടുപേരും കൂടെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വഴക്കുണ്ടാക്കരുത്. കുഞ്ഞുമക്കളായി ഞങ്ങൾ എന്തോ ചെയ്യണോ? അമ്പലത്തിൽ വല്ല ഉരുളി വല്ലതും കമത്തിയാ ഒരു ഉരുളയും വേണ്ട. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൂപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അത് കാര്യമാക്കണ്ട. അമ്മൂമ്മ എന്തെങ്കിലും പറയുന്നതും കാര്യമാക്കണ്ടെന്ന് ഞാൻ അപ്പൂപ്പനോടും പറഞ്ഞോളാം. അപ്പൊ ചെറിയ വിഷയങ്ങള് ഈ രാജുവിന് ഇഷ്ടമാണോ? എന്റെ കുഞ്ഞുമക്കളെ എനിക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് ഒരു മോനേ ഉള്ളൂ. അവൻ മാത്രമല്ലേ? രാജു മാത്രമല്ലേ ഉള്ളൂ? അപ്പൊ അവന് സങ്കടമാവത്തില്ലയോ? ആയിരിക്കും കുഞ്ഞുമക്കളെ. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന അവന് സങ്കടമല്ലയോ? അപ്പൊ അവനൊരു കല്യാണമൊക്കെ നോക്കണ്ടായോ? നോക്കണം കുഞ്ഞുമക്കളെ. അപ്പൊ അതെങ്ങനാ നിങ്ങൾ ഈ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവിടെ ഒരു വേറൊരു പെണ്ണ് എന്ന് കൊച്ചാട്ടൻ പറയുന്നതേ ഞാൻ ജീവിച്ചിരിക്കുമ്പം അവനെ പെണ്ണ് കെട്ടിക്കത്തില്ലെന്നാ. ആര്? കൊച്ചാട്ടൻ പറയുന്നതേ. കൊച്ചാട്ടൻ ജീവിച്ചിരിക്കുമ്പോ? അല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ കെട്ടിക്കത്തില്ലെന്ന്. അതെന്താ കുഞ്ഞുമക്കളെ അങ്ങനെ അമ്മായിയമ്മ പോര് കാണിക്കുന്ന വിചാരിക്കും. അമ്മായിമ്മ പോര് കാണിക്കുന്നു പറഞ്ഞു. കുഞ്ഞുമക്കളെ നീ എന്തുവാടാ ഞാൻ ഇത് പറയുന്നത്? ഞാൻ അങ്ങ് എത്രയ്ക്കങ്ങ് ഇതാന്നോടാ. അല്ല കാണിക്കുവോ? ഞാനോ? അപ്പൂപ്പൻ പറഞ്ഞ എന്റെ അടുത്ത് എന്തെങ്കിലും കണ്ണെന്തരോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കാണിക്കും. അത് എനിക്ക് ഇന്നത്തെ പെൺപിള്ളാരാ. പഴയ നിങ്ങളുടെ കാലത്തെ ആളുകളൊന്നും അല്ല. ഈ ലൈബോയ് സോപ്പിന്റെ കാലമൊന്നും അല്ല ഇന്നത്തെ പുതു യുഗമാ, പുതു തലമുറയാ, ജെൻസി പിള്ളാരാ. പൊന്നുമക്കളെ അങ്ങളില്ല. പിന്നെ ചിന്നു പറയുന്ന പോലെ അങ്ങനെ ഓൾഡ് ജനറേഷൻ ഇല്ലയോ? അങ്ങക്ക് ഞങ്ങളുടെ ആയിട്ടൊരു ഒരു സ്റ്റാൻഡപ്പ് ഇല്ലയോ? ഞാൻ പറഞ്ഞത് രാജു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാല് അവിടെ അടുത്ത് പോര് കാണിക്കാൻ ചെന്നാൽ അവള് തിരിച്ച് അതുപോലെ കാണിക്കും. എന്റെ കുഞ്ഞുമക്കൾ അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാനുണ്ടല്ലോ ഗ്യാസ് അടുപ്പില്ല, ഇൻഡക്ഷൻ കുക്കറില്ല, ആകെ പുകയെടുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്നെ എന്തോ കാണിക്കൂന്നാ നീ പറയുന്നത്?